വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഒട്ടും ആലോചിക്കാതെ നിച്ചുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇച്ചേച്ചിയും കൊണ്ടുപോക്കോ. ഒപ്പം ലീന വരും. ഞങ്ങൾക്ക് എന്തായാലും ഒപ്പം വരാൻ പറ്റില്ല. പിന്നെ എല്ലാം ഞങ്ങളുടെ തലയിലാവും. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ വന്നവർ തന്നെ ഒറ്റക്കത് ചെയ്താൽ മതി. ലീന ഇവിടെ കൂടെ ചെല്ല്. നിച്ചു അകത്തേക്ക് പോ. ലീനയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നിച്ചുവിൻ്റെ കയ്യും പിടിച്ച് അകത്തേക്ക് പോകുന്നത് നോക്കി നിന്ന് ശിവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ആ തറയിലേക്ക് വന്ന് പതിച്ചു. അങ്ങനെ അവർ 4 പേരും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ശിവനെ പുറത്തേക്ക് തന്നപ്പോഴേക്കും സമയം വൈകുന്നേരമായിരുന്നു. അവൾക്ക് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഡ്രിപ്പ് ഇട്ടിട്ട് ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവൾ അവിടെ കിടത്തി. അവരെ ഹോസ്പിറ്റലിലാക്കി രാവിലെ തന്നെ റോണിയും പോയിരുന്നു. അവൾക്കൊപ്പം ലീനയും ദേവിയും മാത്രമായിരുന്നു. മോളെ, നമുക്കൊന്ന് പതിയെ എണീറ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാലോ? റൂമിലേക്ക് മാറ്റിയതും ദേവി അവളോട് ചോദിച്ചു. അതിനവൾ ഒന്ന് തലകുലുക്കി. ഒന്ന് ഫ്രഷ് ആവണമെന്ന് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അവൾ പതുക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തേക്ക് കാലുകുത്തി. അപ്പോഴും അവൾക്ക് വയറ്റിൽ നല്ല വേദന തോന്നി. ലീനയും ദേവികയും അവളുടെ 2 വശവും പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു. മോളുടെ കഴിഞ്ഞാൽ വിളിക്ക്, ഞാൻ ഡ്രസ്സ് മാറ്റാൻ സഹായിക്കാം. അവളെ ബാത്റൂമിലേക്കാക്കി തിരിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ ദേവിക അവളോട് പറഞ്ഞു. എന്തോ ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ വിഷമിക്കണേ? നിന്റെ സ്വന്തം അമ്മയായി കണ്ട ഞാൻ പറയണത്. ചെല്ലി ഫ്രഷായി വാ, എന്നിട്ട് അമ്മയെ വിളിക്ക്. അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ തലോടി പുറത്തേക്ക് പോയി. ദേവിക പുറത്തേക്ക് പോയതും അവൾ ടോപ്പ് അഴിക്കാൻ നോക്കി. കൈ പൊക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം വേദനയുണ്ടായിരുന്നു. അവൾ ഡോറ് തുറന്നു. ശബ്ദം കേട്ടതും ദേവിക അങ്ങോട്ടേക്ക് നോക്കി. എന്താ മോളെ, ഫ്രഷ് ആവണില്ലേ? അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേവിക ചോദിച്ചു. എനിക്ക് കൈപ്പൊക്കി ടോപ്പ് അടിക്കാൻ പറ്റണില്ല. കണ്ണുകൾ നിറച്ച് പേടിയോടെ പറയുന്ന ആ പെൺകുട്ടിയെ മുറുകെ കെട്ടിപ്പിടിച്ച് മുഖം മൊത്തം ചുംബിക്കാൻ തോന്നി ദേവികക്ക്. അത്രമേൽ നിഷ്കളങ്കമായ പെൺകുട്ടി. വാ. അതും പറഞ്ഞ് അവളെയും കൂട്ടി ബാത്റൂമിൽ കയറി. ഒരു ചെറിയ ചെയർ ബാത്റൂമിലിട്ട് അവൾ അതിലിരുത്തി. പതിയെ അവളുടെ ടോപ്പ് അടിച്ച് മാറ്റി. ടോപ്പ് അടിച്ചതും ദേവിക അവളുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവിയുടെ ഭാഗത്തു നിന്നും അനക്കമൊന്നുമില്ലാതെ വന്നതും അവൾ മുഖമുയർത്തി നോക്കി. അവളുടെ ശരീരത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദേവിയെ കണ്ടതും അവളൊന്ന് ചിരിച്ചു. ആ ചിരി കൂടെ കണ്ടതും ദേവി അവളുടെ മാറിലേക്ക് അണച്ചു പിടിച്ചു. ദേവിയുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ അവളുടെ മുടിയിലേക്ക് ഒളിച്ചിറങ്ങി. എൻ്റെ മോളെ, നിനക്ക് വേദനിക്കണില്ല കുഞ്ഞ? എന്തേ കാണിച്ചു വെച്ചേക്കണേ? ഈശ്വര, ആരാ നിന്നെ ഇങ്ങനെ അടിച്ചേ? ദേവിക അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴും അവർ കരയുവാണ്. മറുപടി ഒന്നും പറയാതെ ദേവികയുടെ മാറിൽ നിന്ന് കണ്ണുകൾ മാത്രം ഉയർത്തി അവൾ ദേവികയെ നോക്കി. തല താഴ്ത്തി അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ദേവി. പതിയെ അവൾ അടത്തി മാറ്റി ഫ്രഷാക്കി. മുറിവിലെല്ലാം വെള്ളം തട്ടുമ്പോൾ അവൾ കണ്ണുകൾ ഇറുകി അടക്കുന്നതും ചുണ്ടുകൾ കടിച്ചു പിടിച്ച് വേദന സഹിക്കുന്നതും കണ്ടപ്പോൾ ദേവികയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഫ്രഷാക്കി ഡ്രസ്സ് എടുത്ത് അവൾക്ക് ഇട്ടുകൊടുത്തു. സ്ലീവ്ലെസ്സായ ക്രോപ്പ് ടോപ്പും പാലാസിയുമായിരുന്നു. അവളെ ടെസ്റ്റിനകത്തേക്ക് കൊണ്ടുപോയപ്പോൾ ദേവിക തന്നെ പോയി വാങ്ങിയതാണെല്ലാം. അതിലേക്ക് വേണ്ട മറ്റു വസ്ത്രങ്ങളും അതുപോലെ തന്നെ വേറെ 2-3 ഡ്രസ്സുകളും വാങ്ങിയിരുന്നു. വീണ്ടും ഓരോന്നും വാങ്ങിച്ചു കൊണ്ടുവന്ന ദേവികയെ ലീനയാണ് തടഞ്ഞത്. ഇതുപോലുള്ള ഡ്രസ്സൊന്നും കൊച്ചിയിടാറില്ല. ലീനയുടെ ആ വാക്കിൽ ഡ്രസ്സുകൾ വാങ്ങൽ അവിടെ അവസാനിപ്പിച്ചു. മേടിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും അവളുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിക്കാമെന്ന് സ്വയം സമാധാനപ്പെടുത്തിയാണ് ആ ഷോപ്പിൽ നിന്ന് ദേവി ഇറങ്ങിയത്. ഫ്രഷ് ആയപ്പോൾ തന്നെ ശിവന് കുറേ ക്ഷീണം പോയ പോലെ തോന്നി. ഇന്നലെ രാത്രിയൊന്നും വേദന കാരണം ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവൾ ഉറങ്ങി. ലൈറ്റായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് ഉച്ചയ്ക്ക് കഞ്ഞിയാണ് അവൾക്ക് കൊടുത്തത്. അവൾ ഉറങ്ങുന്നത് നോക്കിയിരുന്ന ദേവി മോഹനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇല്ല, രുദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല. അവൻ അറിഞ്ഞാൽ പിന്നെ പ്രശ്നം കൂടുതൽ വഷളാവും. ഇല്ല, ഇതുവരെ അവളുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടോ വിളിച്ചിട്ടോ ഇല്ല. ഒപ്പം അവിടുത്തെ ഒരു സർവൻ്റാണുള്ളത്. ഇന്ന് എന്തായാലും ഇവിടെ കിടക്കണം. നാളെ അവളുടെ വീട്ടിലേക്കാക്കി ഞാൻ വരാം. ഇനിയിപ്പോൾ ഭാര്യൊന്നും വേണ്ട. ഇവിടെ റോണയില്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് പറയാം. ഇല്ല, മോൾ ഉറങ്ങാം. എന്നാ ശരിയേ. അത്രയും പറഞ്ഞ് ദേവിക ഫോണ് വെച്ചു. ലീന ദേവിയെ നോക്കിയിരിക്കുവാണ്, എന്തോ ചോദിക്കാനുള്ളതുപോലെ. ദേവിക അവർക്ക് നേരെ പിരികം പൊക്കി എന്താന്ന് ചോദിച്ചു. ഈ രുദ്ര? അവരൊരു സംശയത്തോടെ ചോദിച്ചു. വീട്ടിൽ നിന്ന് ഫോണിൽ ശിവനോട് സംസാരിച്ചതും ഇപ്പം പറഞ്ഞതുമൊക്കെ അവരുദ്ദേശിച്ച ആൾ തന്നെയാണെന്ന് അറിയാം. എൻ്റെ മൂത്ത മകനാണ് രുദ്രനാഥ്, ഫിലിം ആക്ടർ. ഈ ശിവൻ്റെ കൂടെ. അവരൊരു മടിയോടെ പറഞ്ഞതും ദേവി തലകുലുക്കി.
പെട്ടെന്നാണ് ഡോറ് തുറന്നൊരാൾ അകത്തേക്ക് വന്നത്. ഒരു പാൻറ് ഷർട്ടുമാണ് വേഷം, മാസ്ക് ഇട്ടിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ രുദ്രനാണെന്ന് ദേവിക്ക് മനസ്സിലായി. ലീന എപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. അവൻ മാസ്ക് മാറ്റിയതും ന്യൂസിൽ കണ്ട ചെറുപ്പക്കാരനാണെന്ന് ലീനക്ക് മനസ്സിലായി. രാവിലെ ദേവിയുടെ ഫോണിലും കണ്ടിരുന്നു അവൻ്റെ ഫോട്ടോ. അവൻ രണ്ടുപേരെ ഒന്ന് നോക്കി. ലീനയെ സംശയത്തോടെ നോക്കിയതും യേശുവിൻ്റെ വീട്ടിലെ സർവൻ്റാണെന്ന് ദേവി പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് അവരെ മറികടന്ന് ബെഡിൽ കിടക്കുന്നവരുടെ അടുത്തേക്ക് നടന്നു. അത് കണ്ടതും ദേവിയുടെ മുഖത്ത് ഇനി എന്ത് നടക്കുമെന്നുള്ള ചിന്തയായിരുന്നു. അവളെ കണ്ടാലറിയാം അവളുടെ ആ അവസ്ഥ. മുഖത്തൊന്നും അത്രക്കില്ല, നല്ലവണ്ണം നോക്കിയാലേ അറിയും. പുതപ്പ് കൊണ്ട് കഴുത്ത് വരെ മറച്ചാണ് അവൾ കിടക്കുന്നത്. ഒന്നും മനസ്സിലാവില്ല എന്ന ആശ്വാസവും പേടിയും അവളുടെ മുഖത്ത് തെളിഞ്ഞു. രുദ്രൻ അവളുടെ അടുത്തേക്ക് നടന്നു. ബെഡിൽ ശരീരം മൊത്തത്തിൽ പുതച്ച് കിടക്കുന്നവളെ അവനൊന്ന് നോക്കി. പെട്ടെന്ന് അവനെ നെറ്റി ചുളിഞ്ഞു, കണ്ണുകൾ കുറുകി. അവൻ ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ നെറ്റിപ്പൊട്ടി രക്തം വന്നതിൻ്റെ അപ്പുറത്ത് തന്നെ അതുപോലൊരു മുറിവുണ്ട്. ചുണ്ടിലും മുറിവ് ഉണങ്ങിയിട്ടില്ല. അവിടെ നീലയും ചുവപ്പും കൂടി കലർന്നൊരു നിറമായിട്ടുണ്ട്. രണ്ട് കവളും അതുപോലെ തന്നെ നീല നിറത്തിൽ കിടക്കുന്നുണ്ട്. താടിയിൽ പോലും എന്തോ അടിച്ച അടയാളം നീളത്തിൽ ചുവന്ന് കിടക്കുന്നു. അവൻ്റെ കണ്ണുകൾ താഴേക്ക് പോയി. കഴുത്ത് വരെ പുതപ്പായതുകൊണ്ട് അവനെ കാണാൻ കഴിഞ്ഞില്ല. ഈശുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന രുദ്രനെ കണ്ട് ദേവിക്ക് പേടിയായി. അവൻ അവളുടെ മുഖത്തെ അടയാളങ്ങൾ പരിശോധിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ലീന എപ്പോഴും ഇവനെന്താ ഇങ്ങനെ നോക്കണമെന്ന രീതിയിൽ അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. അവനൊന്നുകൂടെ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ പുതപ്പിൽ കൈവച്ചതും ദേവി ഇവൻ്റെ കയ്യിൽ തടഞ്ഞു. അവൻ തല തിരിച്ചുകൊണ്ട് അവനൊന്ന് നോക്കി. അത് നീ കാണാൻ പറ്റിയ കോലത്തിലല്ല അവൾ കിടക്കുന്നത്. ദേവി പറഞ്ഞത് കേട്ടിട്ടും അവനിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഏത് കോലത്തിലായാലും ഞാൻ കാണും. അതും പറഞ്ഞുകൊണ്ട് ദേവി പിടിച്ച കൈ അവൻ വേർപ്പെടുത്തിക്കൊണ്ട് അവൾ പുതച്ച പുതപ്പ് മാറ്റി. അവൻ ആദ്യം നോക്കിയത് അവളുടെ കഴുത്തിലേക്കാണ്. അവിടെ എവിടെയായി നീളത്തിൽ ചുവന്ന് കിടക്കുന്നുണ്ട്. സ്ലീവ്ലെസ്സിലായതുകൊണ്ട് അവളുടെ വെളുത്ത കൈകളിൽ നീളത്തിലുള്ള ചുവന്ന പാടുകൾ അവൻ വ്യക്തമായി കണ്ടു. അവൻ്റെ കണ്ണുകൾ അവിടുന്ന് താഴേക്ക് പോയി. അധികം ഇറക്കമില്ലാത്ത ടോപ്പായത് കൊണ്ട് തന്നെ വയറ് ചെറുതായി കാണും. അവൻ്റെ കൈകൾ അങ്ങോട്ട് പോയതും ദേവിയെ ലീനയൊന്ന് ഞെട്ടി. ഈശ്വര, ഇവനിത് എന്ത് ഭാവിച്ചാ? അവനെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ലീനയെ നോക്കി ദേവി മനസ്സിൽ ചിന്തിച്ചു. രുദ്രൻ അവളുടെ ടോപ്പിൽ പിടിച്ചതും ലീന അവൻ്റെ കൈ തട്ടി. എന്താ ഉദ്ദേശം? അവൾ ഉറങ്ങുകയാണെന്ന് കരുതി എന്ത് കാണിക്കാന്നോ? ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് കരുതിയോ? ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടുന്നതും നോക്കുന്നതും തെറ്റാണെന്നൊന്നും അറിയില്ലേ? ലീനത്തിരി കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. അതിനവനൊന്ന് ചിരിച്ചു. ഞാൻ കണ്ടത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും എനിക്ക് കാണണ്ട. ഞാനൊരു തെറ്റായ രീതിയിലുമല്ല അവളെ നോക്കുന്നത്. അവളുടെ ആരോഗ്യം ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ നോക്കും. അതും പറഞ്ഞുകൊണ്ട് അവളുടെ ടോപ്പ് അവൻ ഉയർത്തിയതും അവൻ കണ്ണുകൾ മുറുകെ അടിച്ചു. കഴുത്തിലും കയ്യിലുമൊക്കെയുള്ള അതേ പാടുകൾ ചവിട്ടിയ സ്ഥലത്ത് നല്ല നീല നിറമായിട്ടുണ്ട്. അതിന് ചുറ്റും വേറെയും ഒരുപാട് പാടുകളുണ്ട്. അവൻ പതിയെ അവളുടെ ആ മുറിവിലൊന്ന് തൊട്ടു. അവൾ ഉറക്കത്തിലും വേദന അറിഞ്ഞ പോലെ ചിണുങ്ങി. അവൻ പതിയെ അവളെ ചെരിച്ച് കിടത്തിയതും ഇടുപ്പിലും അതുപോലെ തന്നെയുണ്ട്. അവന് ശ്വാസമൊന്ന് വലിച്ചു വിട്ട് അവളെ നേരെക്കെത്തി ഡ്രസ്സ് നേരെയാക്കി പഴയതുപോലെ പുതച്ചു കൊടുത്തു. അവൻ അവളെ ഒന്ന് നോക്കി. ഒരു ചെറിയ ചിരിയോടെ നിഷ്കളങ്കമായി ഉറങ്ങുകയാണ് അവൾ, വേദനകളൊന്നും അറിയാതെ. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ദേവിക്ക് ലീനക്ക് നേരെ തിരിഞ്ഞു. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ ശരീരത്തിലെ പാടുകൾ ദേവി കണ്ടതാണ്, എന്നാൽ ലീന കണ്ടിട്ടില്ല. ഇത്രയും വേദന അവൾ സഹിച്ചില്ല എന്നോർത്തായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞത്. ഒപ്പം നിലത്ത് വേദന കൊണ്ട് കിടന്ന് പൊളഞ്ഞുകൊണ്ട് തല്ലല്ലേ എന്ന് കാല് പിടിച്ച് കരഞ്ഞവളുടെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ലീന അവളുടെ അടുത്തേക്ക് വന്ന് നെറ്റിയിൽ പതിയെ തലോടി. എന്തിനാ കർത്താവ് ഈ കൊച്ചിനോട് ഇങ്ങനെ ഒരു പരീക്ഷണം? അതിന് മാത്രം എന്ത് പാപാണ് ഈ കൊച്ച് ചെയ്തത്? അവർ കർത്താവിനോട് അവളെ നോക്കിക്കൊണ്ട് പരാതി പറഞ്ഞു. രുദ്രൻ ദേവിയെ കടുപ്പത്തിലൊന്ന് നോക്കി. നുണ പറഞ്ഞെന്ന് അവനക്ക് മനസ്സിലായി. അതുമാത്രം അവൻ സഹിക്കില്ല. തെറ്റ് ചെയ്താൽ രുദ്രൻ ദേവിയുടെ അച്ഛനായിട്ടാവും പ്രവർത്തിക്കുക എന്ന് ദേവിക്കറിയാം. എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്നോട് ഇത് പറയുമോ? പറ. ഒരു സമാധാനം ഇല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയോന്ന്? അവൻ അലറിയതും ദേവിക്കൊന്നും ഞെട്ടി. ചെറുക്കൻ അച്ഛനായി എന്ന് ദേവിക്കും മനസ്സിലായി. തെറ്റ് അവരുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ തലതായത്തിൽ നിൽക്കാനേ അവർക്കായുള്ളൂ. എന്നാൽ അവൻ്റെ അലർച്ചയിൽ ഉറങ്ങിക്കിടന്നവൾ എണീറ്റു. പതിയെ കണ്ണുകൾ തുറന്നു ലീനയുടെ മുഖമാണ് കണ്ടത്. പതുക്കെ മുന്നിലേക്ക് നോക്കിയതും കണ്ടു തലതായത്തിൽ നിൽക്കുന്ന ദേവിയെ. അവർക്ക് മുന്നിൽ ആരോ നിൽക്കുന്നു. അവൻ്റെ പുറംഭാഗം കണ്ടതിനാൽ അവൾക്ക് ആളെ മനസ്സിലായില്ല. ഇവിടെ ഒന്ന് കാണാൻ ഇതുവരെ ഞാൻ എങ്ങനെ ആ സെറ്റിൽ പിടിച്ചു നിന്ന് നമുക്കറിയോ? നിങ്ങൾക്കൊക്കെ വിളിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഫോൺ വെക്കും. പക്ഷേ ആ വാക്ക് കേട്ട് അവിടെ ഇരിക്കാൻ ഞാൻ പോട്ടനൊന്നുമല്ല. അമ്മയുടെ സംസാരത്തിന് തന്നെ ഇവൾക്ക് കാര്യമായി എന്തോ പറ്റിയെന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഞാൻ കാരണം ഒരു പ്രശ്നത്തിൽ വന്ന് ചാടിയിട്ട് ഇങ്ങനെ തല്ലി കൊല്ലാറാക്കിയിട്ട് ഇവിടെ കിടക്കുമ്പോൾ അത് ഞാൻ അറിയണ്ടേ? എന്നെ അറിയിക്കേണ്ടേ?
വേണ്ടേ? പറമ്മ, ഞാൻ ചോദിച്ചതിന് മറുപടി താ. വേണം. എന്നിട്ട് എന്തേ എന്നോട് പറയാഞ്ഞത്? ഞാൻ ഇനിയും അവളെ ഉപദ്രവിക്കുമെന്ന് നമുക്ക് തോന്നിയോ? അവൻ ചോദിച്ചതും ദേവി അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ലെന്ന് തലയാട്ടി. പിന്നെന്താ എന്നോട് പറയാഞ്ഞത്? അവൾക്ക് ഇതിലൊരു പങ്കിലെന്ന് അറിഞ്ഞതും ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ അവളെ ഉപദ്രവിച്ചോ? ചേർത്ത് പിടിക്കാനല്ലേ നോക്കിയത്? അവൾ അടിച്ചതിന് ശേഷം ഞാനൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. കണ്ണടച്ച കരഞ്ഞു കലങ്ങിയ ആ കണ്ണുകളാ. ഇതൊക്കെ അറിഞ്ഞിട്ടും അമ്മക്ക് എങ്ങനെ തോന്നി ഇതെന്നോട് പറയാതിരിക്കാൻ? നീ അറിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവെന്ന് കരുതിയിട്ടാ ഞാൻ അറിഞ്ഞ അതെങ്ങനെ പ്രശ്നമാകും? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളുടെ ഈ അവസ്ഥക്ക് കാരണം ഞാനല്ലേ? അല്ല, ഈ അവസ്ഥക്ക് കാരണം നിങ്ങളല്ല. നിങ്ങൾ കാരണം അവർ ഈ അവസരം ഉപയോഗിച്ചു. അതാണ് സത്യം. രുദ്രൻ പറഞ്ഞു നിർത്തിയത് ലീനയുടെ ശബ്ദം അവിടെ ഉയർന്നു. രുദ്രനും ദേവിയും അവൾക്ക് നേരെ തിരിഞ്ഞു. ഈശു വേഗം കണ്ണുകൾ അടച്ചു കിടന്നു. ഇന്നലെ രാത്രിയിലെ ഓർമ്മകൾ അവൾക്ക് ഒരിക്കൽ കൂടെ ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ലീനയുടെ ഓർമ്മകൾ ഇന്നലെ രാത്രി നടന്ന സംഭവത്തിലേക്ക് പോയി. ഈശുവും നിജുവും വീട്ടിലേക്ക് കയറുമ്പോൾ ഹാളിൽ തന്നെ ആനയും ജോണും നീയയും ഇരുന്നിരുന്നു. ഹാളിൽ ആനയെ കണ്ടപ്പോൾ തന്നെ അവളുടെ ശരീരം ഭയത്താൽ പറിച്ചു. അത് മനസ്സിലാക്കി നിച്ചോളെ ചേർത്ത് പിടിച്ചു. അവരാരെയും നോക്കാതെ മുകളിലേക്ക് പോകാൻ തുടങ്ങിയ യേശുവിനെ ആന വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നു. ഞങ്ങൾ നിന്റെ വിവാഹം ഉറപ്പിച്ചു. ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവളെ നോക്കി ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞതും അവൾ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് സമ്മതമല്ല, വിവാഹം എനിക്ക് വേണ്ട. വിറച്ചവൾ പറഞ്ഞതും ആന ഇരുന്നേടുന്ന് പാഞ്ഞു വന്നു. പിന്നെ എന്താണ് നിന്റെ മനസ്സിലിരിപ്പ്? ഓ, ഇതുപോലെ കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടാനാണോടി? എനിക്ക് മഠത്തില് പറഞ്ഞു മുഴുവനാക്കും മുമ്പ് തന്നെ അവൾ നിലത്തേക്ക് വീണിരുന്നു. കവളിൽ പഞ്ഞ അടിയുടെ ശക്തിയിൽ അവൾ ആ നിലത്തേക്ക് തന്നെ കിടന്നു, ഒന്നനങ്ങാൻ പോലും ആവാതെ. നേരത്തെ കിട്ടിയ അടിയും ഇപ്പോഴത്തെ അടിയും കഴിക്കാതെ ക്ഷീണവുമൊക്കെ അവളെ നല്ലവണ്ണം തളർത്തിയിരുന്നു. കണ്ടവന്റെ കൂടെ കിടന്ന് നിന്നെ ഇനി ഏത് മടത്തി കയറ്റും? പറ. നിന്നെ അറിയാവുന്നവർക്കൊക്കെ അത് നീയാണെന്ന് മനസ്സിലായതാണ്. ഒരുതൻ നേരം പുലരുവോളം വെച്ചോണ്ടിരുന്ന നിനക്ക് ഇനി കർത്താവിനെ മണവാട്ടി ആവാനുള്ള യോഗ്യതയുണ്ടോ? പറ, ഉണ്ടോ എന്ന്? നിലത്ത് കിടക്കുന്നവളുടെ മുഖത്തിന് നേരെ വന്നുകൊണ്ട് അവർ അലറി. അപ്പോഴേക്കും പുറത്തൊരു വാഹനത്തിന്റെ ശബ്ദം കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനും അവൻ്റെ ഒപ്പം ജോൺസന്റെ പ്രായം തോന്നിക്കുന്ന ഒരാളും കയറി വന്നു. ചേട്ടായി, അതും വിളിച്ചുകൊണ്ട് ആന അയാളെ പുണർന്നു. അവരുടെ കൂടെ നിന്നവന്റെ കണ്ണുകൾ നിലത്ത് കിടക്കുന്ന യേശുവിലായിരുന്നു. അവളുടെ പൊട്ടിയ ചുണ്ടും മലങ്കോലമായ വസ്ത്രവുമെല്ലാം അവൻ ആർത്തിയോടെ നോക്കി. അവന്റെ നോട്ടം കണ്ടതും അവൾക്ക് അവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ തോന്നി. അവനവളെ തന്നെ നോക്കി വെള്ളം പറക്കുന്നത് നീച്ചു കത്തുന്ന കണ്ണുകളോടെ നോക്കി. അവൾ നിലത്തിൽ യേശുവിനെ എണീപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. എന്തായി നിന്റെ തീരുമാനം? ആനയെ ചേർത്ത് പിടിച്ച വ്യക്തി യേശുവിനെ നോക്കിക്കൊണ്ട് ആനയോട് ചോദിച്ചു. സമ്മതിച്ചിട്ടില്ല, സമ്മതിപ്പിക്കാൻ എനിക്ക് അറിയാം. അതും പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് അവർ ചേർന്നു. യേശു നിജുവിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ പിന്നിലേക്ക് നിന്നതും ആന അവളെ വലിച്ച് തെറ്റിയിലേക്ക് ഇട്ടു. ആ വേദന കൊണ്ട് അവളൊന്ന് അലറി. അവിടെ നിന്നിരുന്ന ആ വീട്ടിലെ സർവന്റിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവർക്ക് യേശു ഒരു മാലാഖിയാണ്. അവളുടെ സ്വഭാവവും പ്രവൃത്തിയും സംസാരവും ഒക്കെയാണ് അവരവളെ മാലാഖിയായി കാണുന്നതിന് കാരണം. പറ, ഈ വിവാഹത്തിന് നിനക്ക് സമ്മതമാണോ? അതോ ഇനിയും ഇന്ന് കണ്ടവനൊപ്പം അഴിഞ്ഞാടാൻ പോവാണോ നീ? ആനയുടെ വാക്കുകൾക്ക് അവൾ കരഞ്ഞുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. എന്നാ ഇവനെ കെട്ടാൻ സമ്മതാണെന്ന് അവന്റെ മുഖത്ത് നോക്കി പറ. അത് പറഞ്ഞുകൊണ്ട് ആന അവൾ അവനെ മുന്നിലേക്ക് തള്ളി. അവൻ അവളെ രണ്ട് കൈ കൊണ്ടും വെടുപ്പിലൂടെ ഇട്ടുകൊണ്ട് അവൾ അവനോട് ചേർത്ത് പിടിച്ചു. അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി. അവളുടെ ശരീരത്തേക്ക് തന്നെ ഒഴിഞ്ഞു നോക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ ആനയ്ക്ക് നേരെ തിരിഞ്ഞു. ഇയാൾ ചീത്തയാണ് മമ്മ. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വിവാഹം വേണ്ട മമ്മ. അവൾ ആനയ്ക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ ഒപ്പം നിന്നിരുന്ന ആൾ യേശുവിൻ്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് അയാൾക്ക് നേരെ അവളുടെ മുഖം ഉയർത്തി. എന്താടി നീ പറഞ്ഞേ? എൻ്റെ കൊച്ചൻ ചീത്തയാണെന്നോ? അപ്പൊ നീയോടി കണ്ടവന്റെ കൂടെ കിടന്നിട്ട് വന്നതും പോരാ, എൻ്റെ മോൻ ചീത്തയാണെന്ന്. ഇവനെ കെട്ടി സുഖമായി ജീവിക്കാൻ നോക്കടി പിഴച്ചവളെ, അല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. നിന്റെ മമ്മയോ പപ്പയോ ഈ സ്റ്റീഫനോട് ചോദിക്കാൻ വരില്ല. കൊന്നോ? എന്നാലും ഞാൻ സമ്മതിക്കില്ല. വാക്കുകൾ പെറുക്കിക്കൂട്ടി അവൾ പറഞ്ഞതും അയാളുടെ വരയിലെ ബെൽറ്റൂരി കയ്യിൽ ചുറ്റി അവളെ തലങ്ങും വിലങ്ങും തല്ലി. വേദനയിൽ അവൾ അലറി. നിജു തടുക്കാൻ ചെന്നതും ആന അവളെ പിടിച്ച് റൂമിലേക്ക് പൂട്ടി. നീ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജോൺ ഒന്നും പറയാതെ എണീറ്റ് പുറത്തേക്ക് പോയി. പറയടി, ഇനി പറ, നിനക്കെൻ്റെ മോനെ വേണ്ടേ? അയാൾ അലറിയതും അവൾക്ക് അയാളെ നോക്കാൻ പോലും ആവാതെ അവൾ ആ തറയിലേക്ക് ചുരുണ്ട് കിടന്നു. അയാൾ അവളെ നോക്കിക്കൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് വെച്ച് പുറത്തേക്ക് നടന്നു. ആന നിലത്ത് കിടന്ന് പുളയുന്നവളുടെ വയറ്റിൽ അമർത്തി ഒന്ന് ചവിട്ടി. ആ ചവിട്ടിൽ ആ വീട് കുലുകുമാറ് വിധത്തിൽ അവൾ അലറിക്കരഞ്ഞു.
ഇനി എന്നൊന്നും ചെയ്യില്ല മമ്മ, ഇനി തല്ലല്ലേ. പിന്നെയും ചവിട്ടാൻ ഉയർത്തി അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് അവൾ കെഞ്ചി. നാശം പിടിച്ചവള്, എന്നെ പറയിപ്പിക്കാനുണ്ടായ ശവമേ, ചത്തു പോകുന്നില്ലല്ലോ കർത്താവേ. ഈ വിവാഹത്തിന് നീ സമ്മതാണെന്ന് പറയുന്നത് വരെ നിന്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അതും പറഞ്ഞുകൊണ്ട് ആനി പുറത്തേക്ക് പോയതും അവൻ നിലത്ത് കിടന്ന് വേദന കൊണ്ട് പുളയുന്നവരുടെ അടുത്തേക്ക് വന്നിരുന്നു. ഈ ആൽവിൻ മോഹിച്ചതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിന്നെയും ഞാൻ എൻ്റെ കാഴ്ചയിൽ എത്തിക്കും. 1-2 ദിവസമല്ല, നിന്റെ മരണം വരെ എനിക്ക് നിന്നെ വേണം. പറയുന്നതോടൊപ്പം അവളുടെ ചുണ്ടിൽ പൊടിഞ്ഞ അവളുടെ രക്തത്തെ അവൻ അവൻ്റെ വിരലുകൾ കൊണ്ട് തൊട്ട് അവളെ നോക്കി ആ വിരൽ അവൻ്റെ വായിലേക്കിട്ടൊന്ന് നുണഞ്ഞു. ഇതുപോലെ ഞാൻ നിന്നെ കടിച്ച് കീറടി. അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ അമർത്തി അടച്ചു. അവരെല്ലാം ഹാളിൽ നിന്നും പോയതും ലീനയും വേറൊരു സർവന്റും വന്ന് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി.